السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ربي أنفعنا بما علمتنا وزدنا علما يا كريم. اللهم أدخلنا الجنة ونعوذ بك من النار. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോരുത്തരും ആ തിരുദൂതരുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ആവേശത്തോടെ ഇഷ്ടത്തോടെ ചെല്ലാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, ആരെങ്കിലും എനിക്ക് മേൽ 10 തവണ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ, 1 തവണ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് ചെല്ലാൻ വിവിധങ്ങളായ സമയങ്ങൾ നമുക്ക് നിർണയിച്ചു തരുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ച് കാണാൻ സാധിക്കും. റസൂലുള്ള പറയുകയാണ്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ അത്താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലി അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന പ്രാർത്ഥനയും ചൊല്ലി അള്ളാഹുവിനോട് അവന് ഇഷ്ടമുള്ളത് അവൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവൻ എന്തായാലും ഉത്തരം നൽകപ്പെടും. അല്ലാഹു റസൂൽ പറയാണ്, നമ്മൾ ബാങ്കിന് ശേഷം നമ്മൾ പൊതുവെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹിയെ ചെല്ലാറുള്ളൂ. എന്നാൽ ബാങ്കിന് ശേഷം ആദ്യം സ്വലാത്ത് കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഇബ്രാഹിമിയ സ്വലാത്ത്, നമ്മൾ അത്തഹിയാത്തിന് ശേഷം ചെല്ലാറുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് കൊണ്ട് തുടങ്ങി അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി തുടർന്നുകൊണ്ട് മുദാമതായിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സൽ തുഅതി, നിങ്ങൾ ചോദിച്ചോ അള്ളാഹു നൽകുമെന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളം നിങ്ങൾ ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി 40 ബെനഫിറ്റുകൾ, 40 ലാഭങ്ങൾ അഥവാ ഉഖ്റവിയായിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 40 ലാഭങ്ങൾ, സ്വലാത്ത് ചൊല്ലിയാൽ ഉണ്ടാവുന്ന 40 ലാഭങ്ങൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എണ്ണിവെക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്വലാത്തിന്റെ മഹത്വമാണ്. സ്വലാത്ത് ചെല്ലണമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്, റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വെറുതെ ഇരിക്കും നമ്മൾ സ്വലാത്ത് ചെല്ലാറുള്ളത്, സ്വലാത്ത് ചെല്ലാത്തത്? റസൂലുള്ളാഹി മുഹമ്മദ് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആവേശത്തിൽ പറയാറുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച റസൂലുള്ള സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞു. അധികരിപ്പിക്കണം എന്ന് പറയേണ്ട സാധാരണ ദിവസം എന്താക്കണം, നോർമലി നമ്മൾ ചെല്ലണം എന്നാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ള പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ഹേതുകൾ, സബബുകളിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് അള്ളാഹുവിനെ സനാ ചൊല്ലിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ടാണ്. അതുമാത്രമല്ല സ്വലാത്തും കൂടി ചെല്ലണം എന്നാ പ്രാർത്ഥിക്കുമ്പോൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലാതെ ആരംഭിക്കുന്ന പ്രാർത്ഥന അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. സ്വലാത്ത് ചൊല്ലാതെ ആരംഭിക്കുന്ന പ്രാർത്ഥന, അഥവാ നമ്മൾ പ്രാർത്ഥിക്കും പഠിച്ചോൻ എനിക്കിത് കൊണ്ടാ എന്ന് പ്രാർത്ഥിക്കാതെ ആദ്യം നമ്മൾ അല്ലാഹുമ്മ യാ റബ്ബ് യാ റഹ്മാൻ യൽ വദൂദ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്നൊക്കെ തുടങ്ങിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക. എന്തുകൊണ്ട് നമ്മുടെ ഉമ്മത്ത് ഇതിനതൊക്കെ അജ്ഞമായി പോയി? എന്തുകൊണ്ട് നമ്മുടെ ഉമ്മത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ കാണാൻ സാധിക്കും, രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഉദയത്തിന് മുമ്പ് 10 തവണ സ്വലാത്ത് ചെല്ലാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
ധാരാളമായി കണ്ട് സ്വലാത്ത് ചെല്ലാൻ റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. ഇനി സ്വലാത്തല്ല, ഇനി ഒരുപാട് സ്വലാത്തിന് പുറമെ ഒരുപാട് ദിക്റുകൾ റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. ആർക്കൊക്കെ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും റസൂലുള്ള പഠിപ്പിച്ച ഒരുപാട് ദിക്റുകൾ എനിക്ക് പറയാൻ കഴിയുമെന്നുള്ളത്? എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും റസൂലുള്ള പഠിപ്പിച്ച ഇന്നാലിന്ന ദിക്ർ എനിക്ക് അറിയാമെന്ന്? റസൂലുള്ള രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ചെല്ലാൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കാരത്തിന് ശേഷം രാവിലത്തെ ദിക്റിന്റെ കൂട്ടത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ദുആകൾ എന്ന സൂറത്തുകൾ ദുആ എന്ന നിലക്ക് നമ്മളോട് ചെല്ലാൻ കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂത് വഇലൈക നുശൂർ എന്ന പ്രാർത്ഥന നമ്മളോട് ചെല്ലാൻ പറയുന്നുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന അതിമഹത്തായ പ്രാർത്ഥന നമ്മളോട് ചെല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന പ്രാർത്ഥന 3 തവണ റസൂലുള്ള ചെല്ലാൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ചൊല്ലിയാൽ റസൂലുള്ള പറയാണ്, പിന്നെ ആ ദിവസം വൈകുന്നേരം വരെ ദുനിയാവിലെ ഒരു ഉപദ്രവത്തൊട്ടും നമ്മൾ പേടിക്കേണ്ടതില്ല, കാരണം അള്ളാഹു നമ്മളെ കാത്തുകൊള്ളും. ഇനി വൈകുന്നേരമാണ് ഒരാൾ അങ്ങനെ ചെല്ലുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ ഉദയം വരെ അള്ളാഹുവിൻ്റെ കാവല് നമുക്കുണ്ടാവും. ഇനി വൈകുന്നേരം റസൂലുള്ള ചെല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന. സുബ്ഹിക്ക് ശേഷം ഉദയത്തിന് മുമ്പായിക്കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി 3 തവണ ചെല്ലണമെന്ന് ആദരണീയനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 എന്നുള്ള എണ്ണമാണ് പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ എത്ര പേര് റസൂലുള്ള സുബ്ഹാനല്ലാഹ് 100 തവണ ചൊല്ലിയാൽ ഇന്നാലിന്ന പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞതായി നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? അൽഹംദുലില്ലാഹ് 100 തവണ ചൊല്ലിയാൽ റസൂലുള്ള പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ 100 തവണ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൊല്ലിയാൽ പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന ഒരു ദിനം 100 തവണ ചെല്ലണമെന്ന് ആദരണീയനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുത്ലഖായിക്കൊണ്ട് നിരുപാധികമായിക്കൊണ്ട് എത്ര തവണയും ചെല്ലാമെന്ന് റസൂൽ. ഏറ്റവും വലിയ ദിക്ർ അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ഉത്തമമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര പേര് ചെല്ലാറുണ്ട് സുഹൃത്തുക്കളെ? നമുക്ക് ആർക്കും ഇത് അറിയില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത്? ഒന്നാമത്തെ കാരണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണില്ല. പഠിക്കണം. നമുക്ക് ദിക്ർ ചെല്ലാനൊരു ഇഷ്ടം വേണം, ആഗ്രഹം വേണം. നമുക്ക് കൽബിലൊരു ഈമാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ഈമാനുള്ള ആൾക്കാരെ, 5 നേരം പള്ളിയിൽ പോകുന്ന ആളുകളെ, താടി വെച്ച ആളുകളെ, ഞെരിയാണിക്ക് മേൽ വസ്ത്രം ധരിച്ച ആളുകളെ, ദീനി ചിട്ടയോടെ നടക്കുന്ന ആളുകൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളും പറയും എനിക്കും അങ്ങനെ ദീനിയായി നടക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയും. നമുക്കെന്താ സാധിക്കാത്തതെന്ന് അറിയോ? നമ്മുടെ നാവുകളിൽ ദിക്ർ ഉണ്ടാവാറില്ല. ദിക്ർ നാവുകളിൽ ഉണ്ടാവുമ്പോഴാണ് കൽബിൽ ഈമാൻ ഉണ്ടാവുക. ദിക്ർ നാവിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ കൽബിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നതാണ്. ഒന്നാമത്തെ കാരണം നമ്മൾ ആഗ്രഹിക്കണില്ല. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈമാൻ വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈമാൻ വർദ്ധിച്ചാലേ സ്വർഗത്തിൽ പോവുള്ളൂ. മുഅ്മിനീങ്ങൾക്കാണ്, ഈമാനുള്ള ആൾക്കാർക്ക് മുഅ്മിനീങ്ങൾ എന്ന് പറയാം. ഈമാൻ ഉള്ള ആൾക്കാർക്കാണ് മുത്തഖി എന്ന് പറയാം. മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. മുത്തഖി അല്ലാത്ത ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കൂല. നമ്മൾ മുത്തഖിയല്ലേ, സ്വർഗം നമുക്കില്ല. നമ്മൾ മുഅ്മിനല്ലേ, സ്വർഗം നമുക്കില്ല. ഈമാനും വേണം, തഖ്വയും വേണം. സ്വർഗത്തിൽ ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ ഹേതു, സബബ്, കാരണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണില്ല. ഇതുപോലുള്ള സദസ്സുകളിൽ നമ്മൾ ധാരാളമായി വന്നിരിക്കണം. രണ്ടാമതായിക്കൊണ്ട് എന്തുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ച യഥാർത്ഥ സുന്നത്തുകൾ, ഞാനിപ്പോൾ എണ്ണി പറഞ്ഞ ഓരോ ദിക്റുകളും റസൂലുള്ളയിൽ നിന്ന് 100% സ്ഥിരപ്പെട്ടു എന്നുറപ്പുള്ള ഹദീസുകളിൽ നിന്ന് പഠിച്ചെടുത്തതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ റസൂലുള്ളയുടെ സുന്നത്തിനേക്കാളും റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകൾ, ഈ ഞാൻ പറഞ്ഞ ദിക്റുകളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് എണ്ണാൻ പറ്റും? പഠിച്ചോനെ ഇപ്പോൾ പറഞ്ഞൊരു 10 എണ്ണത്തിൽ 5 എണ്ണം എനിക്കറിയാം എന്ന് കോൺഫിഡൻസോടെ പറയാൻ പറ്റും ഇത്ര ആൾക്കാരുണ്ട്. നമുക്ക് കഴിയുന്നില്ലെങ്കിൽ 2 കാരണം. ഒന്നാമത്തെ കാരണം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം ബിദ്അത്തിന്റെ ആധിക്യമാണ്. നമ്മൾ ഇന്നലെ ഒരു കഥ പറഞ്ഞല്ലോ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കഥ. സമൂഹത്തിൽ ബിദ്അത്തുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നതാണ്.
റസൂലുള്ള പഠിപ്പിക്കാത്തത് ഇങ്ങനെ വർദ്ധിച്ച് റസൂലുള്ളയുടെ പേരിലാണ് വർദ്ധിക്കുക. റസൂലുള്ള ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കാര്യം ചെയ്താൽ കൂലി കിട്ടുമെന്ന പേരിൽ ഒരുപാട് കാര്യം വർദ്ധിക്കുമെന്ന് ആര് പറയാണ്? റസൂലുള്ളയുടെ സ്വഹാബിയായ, റസൂലുള്ളാന്റെ സ്റ്റുഡന്റായ, ശിഷ്യനായ ഹുദൈഫ റളിയല്ലാഹുവിനോട് പറയുന്നത് റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിക്കും. എന്നിട്ടോ ആളുകൾ ഈ വർദ്ധിച്ച റസൂലുള്ള പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്ത് ഇങ്ങനെ സമൂഹത്തിൽ മുഴുവൻ ബിദ്അത്തേക്കും. എന്നിട്ട് ആരെങ്കിലും ഈ ബിദ്അത്ത് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ആളുകൾ അവനെ ആക്ഷേപിക്കും, ഓ സുന്നത്തിന്റെ ആളല്ല, അവൻ സുന്നത്തൊന്നും ചെയ്യണില്ല എന്ന് പറയുന്നതാണ്. ആളുകൾ യഥാർത്ഥ സുന്നത്തുകൾ മറക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. നമുക്ക് എത്ര പേർക്ക് ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴുള്ള സുന്നത്തുകൾ അറിയാം? എന്തൊക്കെ ചെയ്യണം? നമ്മൾ പൊതുവെ ഖബർ സിയാറത്തിന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മൾ പറയുന്നത് ദുആ ഇരിക്കണം, ആ ഖബറുള്ള ആൾക്കാർക്ക് വേണ്ടി ദുആ ഇരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പൊതുവേ നാട്ടിൽ ചെയ്യാറുള്ള ഒരു കാര്യം, റസൂലുള്ള ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം, ആ ഖബറുള്ള ആൾക്കാർക്ക് വേണ്ടി ഖുർആൻ ഓതുക. നമ്മളൊക്കെ പറയാറുള്ള എന്താ? ഖബറുള്ള ആൾക്കാർക്ക് ഹദിയ, എന്നിട്ട് ആ ഖബറത്തെ ആൾക്കാർക്ക് ആ പ്രതിഫലം കിട്ടും, നാളെ അള്ളാന്റെ അടുത്തേക്ക് അവർക്ക് കൂടുതൽ അത് സൗകര്യമാവുന്ന. നമ്മളെക്കാൾ മുന്തിയ ആൾക്കാരായിരിക്കും ഖബറിൽ കിടക്കുന്ന ആൾക്കാർ. ആ ഖുർആനൊത്ത് നമുക്കാ വേണ്ടത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഓതി കൊടുക്കണം. നമ്മൾ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ ഇങ്ങനെ പരിശോധിക്കാൻ തയ്യാറായ ഏതൊരു നിഷ്പക്ഷനായ വ്യക്തിക്കും അങ്ങനത്തെ ഒരു ഹദീസോ ആയത്തോ സ്വഹാബത്തിന്റെ ചര്യയോ കാണാൻ സാധിക്കൂല. പക്ഷേ ഇതാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ള പഠിപ്പിക്കാത്തത് ഇങ്ങനെ വർദ്ധിച്ച് റസൂലുള്ള പഠിപ്പിച്ചൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ ചെയ്യാനുണ്ട് ഒരു ഖബർ സിയാറത്തിന്റെ വേളയിൽ? എപ്പോഴാണ് ഖബർ സിയാറത്ത് നമ്മൾ പൊതുവെ സെലക്ട് ചെയ്യാറുള്ളത് അല്ലേ? വെള്ളിയാഴ്ച നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷെ റസൂലുള്ള എപ്പോഴും ഖബർ സിയാറത്ത് ചെയ്യാം. പക്ഷെ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം റസൂലുള്ള പറഞ്ഞത് എന്താണ്? നമുക്കിങ്ങനെ കരച്ചിൽ വരണം, നമ്മളിങ്ങനെ പഠിച്ചോണ്ട് ഞാനിവിടെ കെടുക്കാനുള്ള ആളാണല്ലോ എന്നൊരു ഓർമ്മ വരണം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് രാത്രി കാലങ്ങളിൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബിൻത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. റസൂൽ രാത്രി ആരും ഇല്ലാത്ത സമയത്ത് അലി റളിയല്ലാഹു അൻഹു രാത്രി ഒരു ദിവസം ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്ന, അല്ലയോ പുതിയാപ്പിളമാരെ, കല്യാണം കഴിച്ചവരെ, നിങ്ങളുടെ ഭാര്യമാർ വേറെ ആൾക്കാരെ ഭാര്യമാർ ഇപ്പോൾ മറ്റൊരുവന്റെ ഭാര്യയാണ്, നിങ്ങളുടെ സമ്പത്തൊക്കെ വേറെ ആരോ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് ബാക്കിയാവുക നിങ്ങളുടെ അമലുകൾ മാത്രമാണെന്ന് അലി റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ആത്മകഥം പറയുന്നതായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവരൊക്കെ ഖബർ സിയാറത്തിന് ലക്ഷ്യം കണ്ടിരുന്നു. ആ ലക്ഷ്യം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോയിരിക്കുന്നു. പിന്നെ രണ്ടാമതൊരു സുന്നത്തുണ്ട് ഖബർ സിയാറത്തിന്. നമ്മളിങ്ങനെ മഖബറയിൽ കയറുമ്പോൾ ചെരുപ്പ് വെച്ചിട്ട് കയറുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സുന്നത്താണ്. ഈ സുന്നത്തും നമ്മുടെ ഉമ്മത്തിനറിയില്ല. പക്ഷേ റസൂലുള്ള പഠിപ്പിക്കാത്ത എല്ലാ സുന്നത്തും നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരു 1-2 ഉദാഹരണം പറയുമ്പോൾ ഒരിക്കലും ഇതൊരു സംഘടനയുടെ ഭാഗമായിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ റസൂലിനെ സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഒരുപാട് ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്വലാത്തുകളാണ് സ്വലാത്തുൽ ഫാത്തിഹ, നാരിയ സ്വലാത്തുകളൊക്കെ. ഇതൊന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കി, റസൂലുള്ള പഠിപ്പിച്ച് ചെയ്യാൻ തന്നെ നമ്മൾ ടൈമില്ല. നമ്മൾ ആലോചിക്കും ശരിക്കും റസൂലുള്ള ഇവിടെ നമുക്ക് എന്ത് കിട്ടും? രാവിലെ ചിലൻ്റെ ദിക്റിൻ്റെ ഒരു ചെറിയൊരു ബുക്ക് കിട്ടും. നിങ്ങൾ പോകുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എടുത്തു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് മാത്രം ചെല്ലുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വേണ്ടി വരും. ആ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ പണിസ്ഥലത്തേക്ക് പോകാൻ അങ്ങക്കാവും. പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 ആണല്ലോ. അത് ഈ പണിൻ്റെ ഇടയിൽ ചെല്ലണം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വിട്ടു പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന റസൂലുള്ള പഠിപ്പിച്ച മറ്റൊരു ദിക്ർ. ഇത് റസൂലുള്ള പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഫീൽഡാണ്. പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ, നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പറഞ്ഞിട്ടിരുന്ന് നമുക്ക് ചെയ്യുന്നത് എന്തിനാ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് ഉണ്ട് കേട്ടോ. ഈ ഹദീസിലൊന്നും ഒരു സംഘടനക്കും തർക്കമില്ല. റസൂലുള്ള പറഞ്ഞാണ് മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂലുള്ള പറഞ്ഞു മൻ ആമില, ഒരാൾ പ്രവർത്തിച്ചു, ആമില ലൈസ അലൈഹി അംർ, ഞാൻ കൽപ്പിക്കാത്ത ഒരാൾ പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് ആദരണീയനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ സ്കെയിലിലിട്ടൊന്ന് നോക്കണം. നമ്മുടെ ഉമ്മത്തിൽ റസൂലുള്ള പഠിപ്പിച്ച് എന്തൊക്കെയുണ്ട്, റസൂലുള്ള പഠിപ്പിക്കാത്ത എന്തൊക്കെയുണ്ട് എന്ന്. റസൂലുള്ള പഠിപ്പിച്ചതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച് നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. കാരണം സമൂഹത്തിൽ നമ്മൾ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ബിദ്അത്തുകൾ ഇങ്ങനെ വ്യാപിച്ചെടുക്കുകയാണ്. ഉമ്മത്തിന് സുന്നത്തറിയില്ല. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സുന്നത്ത് പഠിക്കാറില്ലേ? നമ്മൾ പഠിച്ച ചില ഇല്ലാത്ത സുന്നത്തുകളുണ്ട്. ഇന്നാലിന്ന ദിവസം വസ്ത്രം വാങ്ങാൻ പാടില്ല,
ഇന്ന ദിവസം ഷോപ്പിൽ പോകാൻ പാടില്ല എന്ന ചില നഹ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ദിവസങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറയാ ലാ തസുബ്ബുദ്ദഹർ, ദിവസത്തെ നിങ്ങൾ ചീത്ത പറയരുത്. ദിവസം ഇന്ന ദിവസം നഹ്സാണ്, മോശമാണ്, ഇന്ന ദിവസത്തിന് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയാൻ പാടില്ലെന്ന് ആര് പഠിപ്പിച്ചില്ല? നമ്മുടെ തങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ എങ്ങനെ നമ്മൾ ചൊവ്വാദോഷമുണ്ട്, ഇന്ന ദിവസത്തിന് പ്രശ്നമുണ്ടെന്ന് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാം? പക്ഷേ അത് പഠിച്ച നമ്മൾക്ക്, റസൂല പഠിപ്പിച്ച നമ്മൾക്ക് റസൂല പഠിപ്പിച്ചൊന്നും അറിയില്ല. നമ്മൾ വലത് കൈ കൊണ്ട് വസ്ത്രം ധരിക്കുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലാനുള്ള പ്രാർത്ഥന ഉണ്ട്, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു പുതുവസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്, ഇൽബസ് ജദീദ വഇശ് ഹമീദ വമുത് ഷഹീദ. ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരുപാട് റസൂലുള്ളാഹിയിൽ 100ക്ക് 100 പത്തരമാറ്റ ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്തുകളാണ് പ്രിയപ്പെട്ടവരെ. ഇത് മുഴുവനും പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിസ്മരിച്ചു പോവുകയാണ് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതിൻ്റെ ആധിക്യം മൂലം. അതുകൊണ്ട് കണ്ടതും കേട്ടതും നമ്മൾ വിശ്വസിച്ച ആളുകളൊക്കെ ചെയ്തു തരുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഇന്ന ഉസ്താദ് പറയുന്നത് എന്തും തൊണ്ട തൊടാതെ വീങ്ങാനുള്ളതല്ല ഇസ്ലാം. നമുക്ക് സംശയമുള്ളത് ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചാൽ മതി, റസൂലുള്ളാഹി പഠിപ്പിച്ചോ, ഖുർആനിലുണ്ടോ? ഇതില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, നരകമാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞേ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമയമൊന്നും മതിയാവില്ല. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം. റസൂൽ പഠിപ്പിച്ച് ഓരോന്നിനും ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര സുന്നത്തുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ എത്ര സുന്നത്തുണ്ട്, ഒരു കല്യാണ വേദിയിൽ നിക്കാഹ് വേദിയിൽ എത്ര സുന്നത്തുണ്ട്, അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമുക്കറിയില്ല. കാരണം ഇല്ലാത്തതാണ് നമ്മുടെ സദസ്സുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സുന്നത്തുകളെ സ്നേഹിക്കുക, മുറുകെ പിടിക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക, ബിദ്അത്തുകളോട് നോ പറയാൻ ശ്രദ്ധിക്കുക. നമുക്ക് സമൂഹത്തിനോടൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ആൾക്കാരെന്ത് വിചാരിക്കും, പെട്ടെന്ന് ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ നാ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുക, നമ്മുടെ നരകമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഭയപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു കക്ഷിയുടെ, ഒരു സംഘടനയുടെ, ഒരു കൂട്ടായ്മയുടെ ആദർശം പറഞ്ഞതല്ല, പക്കാ ഖുർആനും ഹദീസുമാണ്. ആർക്കും വന്ന് ചോദിക്കാം. പൂർണ്ണമായി നിങ്ങൾ ചോദിച്ച ഉടനെ ഹദീസും ആയത്തും കാണിച്ചു തരും. ഞാൻ പറഞ്ഞ എല്ലാത്തിനും അത്രയും പൂർണ്ണ ബോധ്യത്തോടു കൂടി പറഞ്ഞതാണ്. ഒരു സംഘടനയുടേതോ ഈ ഒരു നമ്മുടെ ഈ കൂട്ടായ്മ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആദർശം പബ്ലിസിറ്റി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും പറഞ്ഞതല്ല. പൂർണ്ണമായി നിസ്വാർത്ഥമായി പരലോകം ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.